കുഞ്ഞുമായി പാപ്പാന്മാരുടെ സാഹസത്തിൽ സ്വമേധയാ കേസെടുത്ത ഹരിപ്പാട് പോലീസ്. സംഭവത്തിൽ ആനയുടെ ഒന്നാം പാപ്പൻ ജിതിൻ രാജ് കസ്റ്റഡിയിൽ. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ളൊരു ഭയാനകമായ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. സ്വന്തം കുഞ്ഞിനെയാണ് ഈ ആനക്കൊമ്പിലിരുത്തി ഈ പിതാവായ പാപ്പാൻ അഭ്യാസം കാണിച്ചത്. കുഞ്ഞ് അതിനിടയിൽ നിലത്ത് വീഴുന്നുണ്ട്. തലനാരിഴയ്ക്കാണ് കുഞ്ഞ് ഒരുപക്ഷെ ആനയുടെ കാലിന്റെ ചുവടിൽ നിന്നും രക്ഷപ്പെട്ടത്. എന്നാലും ഇപ്പോൾ ഈ ഒന്നാം പാപ്പാന് മാത്രം എതിരെയാണോ കേസ്? ഈ രണ്ടാം പാപ്പനായ കുഞ്ഞിന്റെ പിതാവിനെതിരെ കേസെടുത്തിട്ടുണ്ടോ? അശ്വതി, കഴിഞ്ഞ ഞായറാഴ്ച നടന്ന സംഭവത്തിലാണ് ഇന്നലെ ഹരിപ്പാട് പോലീസ് കേസെടുത്തത്. ഇന്നലെ തന്നെ അതിന് നോട്ടീസ് അയച്ചതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിലാണ് ഇപ്പോൾ ഒന്നാം പാപ്പാൻ ജിതിൻ രാജിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഈ പാപ്പാന്റെ സഹായിയും രണ്ടാം പാപ്പാനായി ഇപ്പോൾ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന അഭിലാഷ് കൊട്ടിയത്തിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ പേടിമാറ്റാൻ എന്ന പേരിൽ ഈ ആനയുടെ ചുവട്ടിൽ കൂടി നടത്തുകയും അതിനുശേഷം ആന കൊമ്പിൽ ഇരുത്താൻ ശ്രമിക്കുമ്പോൾ ആ കുട്ടി ആനയുടെ മുൻ കാൽച്ചോട്ടിലേക്ക് വീഴുകയും അടക്കം ചെയ്യുന്ന കാര്യങ്ങൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. ഈ ഒന്നാം പാപ്പാനും രണ്ടാം പാപ്പാനും മദ്യലഹരിയിലാണ്. അവർ സ്വബോധത്തോടെയല്ല അത്തരത്തിൽ പ്രവർത്തിച്ചതെന്നത് അടക്കം കണ്ടതാണ്. ഇതിൽ ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കാട്ടാനയെ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇതിലും കേസെടുത്തിട്ടുണ്ട്. വന്യമൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലെ പാളിച്ച അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. എന്നാൽ ഇതെല്ലാം തന്നെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണെന്നാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ജിതിൻ രാജിനെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്തു നിന്ന് തന്നെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അഭിലാഷ് കൊട്ടിയത്തെയും സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് കാണിച്ച് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആ അത്തരത്തിൽ അഭിലാഷ് കൊട്ടിയത്തെയും കസ്റ്റഡിയിൽ എടുക്കും എന്നതാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും വളരെ സാഹസികമായ പ്രവർത്തികളാണ് ഇവർ ചെയ്തത്. അതിൽ നിന്നും അത്ഭുതകരമായാണ് ആ കുഞ്ഞ് ആനയുടെ ഒരു അക്രമത്തിൽ നിന്നും അതിന് ഇരയാവാതെ രക്ഷപ്പെട്ടത് എന്നതും എടുത്തു പറയേണ്ടതാണ്. അശ്വതി. ശരി സുധീഷ്, കാര്യങ്ങൾ വ്യക്തമാണ്. കുഞ്ഞുമായി പാപ്പാന്മാരുടെ സാഹസത്തിൽ ഒടുവിൽ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് ഹരിപ്പാട് പോലീസ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്നും സുധീഷ്.